അതുകൊണ്ട് നിലമ്പൂരിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. അത് ഞങ്ങൾ കൃത്യമായ തരത്തിൽ ഉപയോഗിക്കുകയും ഞങ്ങളുടെ ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ വിമർശിക്കപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെ ഗവൺമെന്റിൽ നിന്ന് ആദ്യമായൊരു MLA പുറത്തു ചാടി അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇന്നവിറ്റബിൾ ഔട്ട്കമാണ് അതിലെ ക്രൈസിസ്. പക്ഷെ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരിക്കലും ഉയർന്നിട്ടില്ലാത്ത ആരോപണം. പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ മാത്രമാണ് ഇന്ത്യയിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, നിഗൂഢ ഭരണകൂടം ഉണ്ടെന്ന് പറഞ്ഞു. DGP-മാർക്കടക്കം പങ്കുണ്ട്. ഈ ജയരാജന്റെ അനുയായികളുടെ പണി എന്താ അറിയോ? കള്ളക്കടത്ത് നടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചെടുക്കുക. പിണറായി വിജയനെ തന്നെ ഡീസ്റ്റബിലൈസ് ചെയ്തുകൊണ്ട് ഒരു CPM ഭരണം നടത്തിയാലോ അത് ആലോചിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അത് താങ്കൾ തന്നെ സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പറയാണ് UDF പ്രതിസന്ധിയിലായത്. അതെങ്ങനെയാണ് അമ്മയെ തല്ലുന്നത് നിർത്തിയെന്ന് ചോദിക്കുന്ന നോ പ്രോബ്ലം. ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ തകർത്തത് RSSO കോൺഗ്രസോ UDF ഒന്നുമല്ല, ഇവരുടെ കേന്ദ്ര നേതൃത്വമാണ്. ഈ CPM-ന് എപ്പോഴും എങ്ങനെയാണെന്നറിയോ? അവർക്കൊരു ന്യൂനപക്ഷ ശത്രു വേണം. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഇപ്പം അത് ഈ നാടകത്തിൽ അത് വെൽഫെയർ പാർട്ടിയാന്ന് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി. അത് ഈ മുല്ലപ്പൂമ്പടി ഏറ്റ് നടക്കുന്ന കിട്ടുന്ന പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാണെങ്കിൽ നിങ്ങൾ തീർത്തോളൂ. നിങ്ങൾ ഭയങ്കര ഫാക്ച്വലി റോങ്. നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരോട് നാളെ തൊട്ട് വോട്ട് ചെയ്തെന്ന് പറയാനാണ് ഇവർ പറഞ്ഞു കേട്ടിട്ട്. മൈ പോയിന്റ് ഇസ് വെരി സിമ്പിൾ. CPM അവർക്ക് ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള അതിദയനീയമായ തകർച്ച ഇവരെ യോജിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ ഈ 6 അടി നീളമുള്ള വടികൊണ്ടൊന്നും നേരിടാൻ പറ്റില്ല എന്ന് RSSന് മനസ്സിലായി. ഈ RSSകാരന്റെ കയ്യിലുള്ള ഈ 6 അടി നീളമുള്ള മുറപടി കൊണ്ട് ഭൂട്ടാൻ ആക്രമിച്ചാൽ പോലും നേരിടാൻ പറ്റില്ല. ടെഹ്റാനിലും ടെല്ലവീവിലും ഗാസയിലും കരയുന്ന കുഞ്ഞിന്റെ ശബ്ദം ഒന്നാണ്: കലിമ ചൊല്ലിയില്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ വേദന ഏറ്റുവാങ്ങുന്ന യഥാർത്ഥ മുസൽമാനാണ്. എന്നാൽ 2021 ശേഷമുള്ള LDFന്റെ പെർഫോമൻസ് ഡിക്ലൈനിങ്ങാ. തോറ്റതല്ല, ഡിക്ലൈൻഡ്. അപ്പൊ ഈ കൊമ്പ് കുലുക്കുന്ന CPM-ന് ഈ നിലമ്പൂരടങ്ങുന്ന വയനാട് മണ്ഡലത്തിൽ 22% വോട്ടേ സ്വന്തമായിട്ടുള്ളൂ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും UDFന്റെ നേതാവുമായിട്ടുള്ള CP ജോണാണ്. നിലമ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മളോട് വിശദമായി സംസാരിക്കുകയാണ് അദ്ദേഹം. ഇവിടെ ഇപ്പം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിരുന്ന ഒരു 30,000-ലധികം വോട്ടുകൾക്ക് വളരെ ഈസി ഒരു വാക്ക് ഓവർ ഉണ്ടായി കോൺഗ്രസ് ജയിക്കും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ എത്തി നിൽക്കുമ്പോഴുള്ള UDFന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? കാരണം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയില്ലേ എന്നുള്ളതാണ് ഇപ്പൊ നേതാക്കന്മാർ പലരും തന്നെ രഹസ്യമായി പറയുന്നൊരു കാര്യം. എന്താണ് ജോർജിന്റെ ഒരു വിലയിരുത്തൽ? ഈ മണ്ഡലം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു MLA പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അതിനു മുൻപ് പലപ്പോഴും UDF ജയിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് പിണറായി ഗവൺമെന്റിന്റെ ജീർണതയ്ക്കെതിരായി അവരുടെ പാർലമെന്ററി പാർട്ടിയിലെ ഒരു അംഗം നടത്തിയിട്ടുള്ള പരസ്യ പ്രസ്താവനകളുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തന്നെ, ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ പിണറായി ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ഭരണ ജീർണതയ്ക്കെതിരെയുള്ള ഒരു പ്രഖ്യാപനമാണ്. പക്ഷേ അങ്ങനെ പുറത്തു വന്ന MLA UDFന്റെ ഭാഗമാകുമോ ഇല്ലയോ എന്നതാണ് നിങ്ങൾ ഉന്നയിച്ച ചോദ്യം. അതെ, അത് രണ്ടാമത്തെ പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രസക്തമല്ല. ഞങ്ങൾക്ക് പ്രസക്തമായിട്ടുള്ള കാര്യം പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും അദ്ദേഹത്തെ വ്യക്തിപരമായി അങ്ങേയറ്റം അഴിമതിക്കാരനെന്ന് വിളിച്ച ഒരാൾ പുറത്തു വന്നിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രദേശത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ കാട്ടുമൃഗങ്ങളുടെയും വന്യജീവികളുടെയും ആക്രമണത്തിന്റെ ഫലമായിട്ട് ആളുകൾ
ചവിട്ടി കൊല്ലപ്പെടുന്നു. ആന ചവിട്ടി കൊല്ലുന്നു, കടുവ കടിച്ചു തിന്നുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഭരണപരാജയം ഒരു ഭാഗത്ത്, അഴിമതിയും സ്വർണ്ണക്കടത്തും അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്. ഇതിനെതിരായി ജനങ്ങൾ വിധിയെഴുതാൻ ഈ MLA സഹായമൊന്നും ആവശ്യമില്ല. ഈ കുടം പൊട്ടി ഭൂതം പുറത്തു വന്നു കഴിഞ്ഞു. ആരോപണത്തിന്റെ ഭൂതങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അത് പിടിക്കുന്നത് ഞങ്ങളെയല്ല. അത് പിടിക്കാൻ പോകുന്നത് പിണറായി വിജയനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്യസാധാരണമായ തരത്തിൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് വന്ന് ഇവിടെ 3-4 ദിവസം ക്യാമ്പ് ചെയ്തത്. തനിക്കെതിരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അറ്റാക്കാണത് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ കേട്ടത് അദ്ദേഹത്തെ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി ചില പരിശ്രമങ്ങൾ പോലും പാർട്ടിക്കകത്ത് നടത്തിയവരുടെ പിന്തുണയും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. അത് ഞങ്ങൾ കൃത്യമായ തരത്തിൽ ഉപയോഗിക്കുകയും ഞങ്ങളുടെ ഏറ്റവും സ്റ്റാർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. അല്ല, ജോണേട്ടൻ ഇപ്പോൾ ഒരു UDF നേതാവ് മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ UDF ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടികളിലൊന്നാണ്. അപ്പം അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ജോണേട്ടൻ അറിയാം. അപ്പം അത്തരം പാർട്ടികളിലൊന്നായ ജോണേട്ടൻ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുമ്പോൾ വലിയൊരു കുഴപ്പം UDF ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറയുന്നത്, ഇപ്പം ജോണേട്ടൻ പറഞ്ഞ പോലെ വലിയ തോതിൽ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭരണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് PV അൻവർ പുറത്തേക്ക് വരുന്നത്. അത് ഏറ്റവും അധികം വന്യമൃഗ ആക്രമണം മുതൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഉയർത്തിയിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറയുന്നത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു ദിശ മാറിയ തെരഞ്ഞെടുപ്പാണ്. കാരണം ഇത്രത്തോളം ജനകീയ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാതിരിക്കുകയും UDF അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാതിരിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞാൽ ജോണേട്ടൻ എന്താ പറയാ? അതൊന്നും ഇപ്പൊ ഇവിടെ വിഷയമല്ല. തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂറുള്ളൂ, 56 മണിക്കൂർ. ഇപ്പൊ ഇവിടെ പഴയ MLA മത്സരിക്കുന്നുണ്ട്, അതൊരു റിയാലിറ്റിയാണ്. LDF മത്സരിക്കുന്നുണ്ട്. 3-ാം സ്ഥാനത്തിനോ 4-ാം സ്ഥാനത്തിനോ വേണ്ടി BJP മത്സരിക്കുന്നുണ്ട്. SDPI മത്സരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് യാതൊരു പ്രസക്തിയില്ല. അതൊക്കെ ഇൻഫ്രാക്ചേഴ്സ് ആയി. ഇവിടെ ബാക്കിയാവുന്ന പ്രശ്നം, ബാലൻസ് ഷീറ്റിൽ ബാക്കിയാവുന്ന പ്രശ്നം എന്താണ്? പിണറായി വിജയൻ വിമർശിക്കപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെ ഗവൺമെന്റിൽ നിന്ന് ആദ്യമായൊരു MLA പുറത്തു ചാടി. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഞങ്ങളുടെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കാമായിരുന്നു, അത് വേറെ കാര്യം. അദ്ദേഹം നിൽക്കില്ല, അവൻ എന്ത് ചെയ്യാൻ പറ്റും? അത് രണ്ടാമത്തെ വിഷയം. ഇത് ഇവിടുത്തെ ഇലക്ഷൻ ചർച്ചയേ അല്ല. അല്ല, ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഇലക്ഷനിൽ ഞങ്ങളുടെ വിഷയമേ അല്ല അത്. ഞങ്ങൾ പിണറായിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം, അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ മുന്നണിക്കകത്തും ആ പാർട്ടിക്കകത്തും അനുരണനങ്ങൾ ഉണ്ടാവുന്നു. അവിടെ നിന്ന് കൂടുതൽ ആൾക്കാർ പുറത്തിയാടുന്നു. ആ പുറത്തിയാടുന്ന ആൾക്കാർ എവിടെ നിൽക്കണം എന്നുള്ള അവരുടെ പ്രശ്നമാണ്. ഞങ്ങൾക്കത് നോക്കിയിട്ടല്ലല്ലോ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് LDF UDF തമ്മിലുള്ള ഫൈറ്റാണ്. അല്ല, ഞാനൊന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞത് PV അൻവർ കൂടെയില്ല എന്നുള്ളൊരു പ്രശ്നമല്ല. പകരം ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. അത് ഉയർത്തിക്കാട്ടുന്നതിൽ UDF അല്ലേ ഇപ്പൊ ഇവിടുത്തെ മലയോര പ്രശ്നത്തിൽ തന്നെ ഏറ്റവും ശക്തമായ UDF സമരം കേരളത്തിലാകെ നടന്നതിന്റെ ഭാഗമായിട്ട് വാലും ചുരുട്ടി നിയമം പിൻവലിച്ച് പോണ്ടി വന്നു. അത് വ്യക്തികളൊന്നും അതിന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. UDF ആകെയാണ്. UDF ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയോര സമരജാഥ നടത്തിയത്. അതിന്റെ ഫലമായിട്ട് ഒരു വലിയ ഒരു ജനവിരുദ്ധ കർഷക വിരുദ്ധ നിയമം എങ്ങനെയാണോ BJP ഗവൺമെന്റ് പഞ്ചാബിലെ ജനങ്ങളുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് കർഷക മാരണ നിയമം പിൻവലിച്ചത്, അതിനേക്കാൾ സ്പീഡിൽ പിണറായി വിജയന് നിയമം പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ അൻവർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അൻവർ പറഞ്ഞ കാര്യങ്ങളടക്കം നടപ്പാവണമെങ്കിൽ UDF ജയിക്കണമെന്ന് നിലമ്പൂരുകാർക്കറിയാം. UDF പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അൻവർ പറഞ്ഞത്. അല്ല, അൻവർ പറഞ്ഞ കാര്യം UDF പറഞ്ഞതല്ല. UDF 9 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പിണറായിക്കെതിരെ. ആ പറഞ്ഞതിൽ ആദ്യത്തെ സ്വർണ്ണക്കടത്തുണ്ട്, ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്തുമുണ്ട്. മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞതാണ്,
ഇതൊരു ഡീപ് സ്റ്റേറ്റ് ക്രൈസിസ് ആണ്. ഉം. ഒരു നിഗൂഢ ഭരണകൂട പ്രതിസന്ധിയാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്നത്. അതായത് ഭരണത്തിനകത്തൊരു ഭരണമുണ്ട്, ഒരു ഇന്നർ വീലുണ്ട്. ആ ഇന്നർ വീലിൽ DGP-മാരുണ്ട്, SP-മാരുണ്ട്, ചില MLA-മാർ കുറച്ചു കാലമുണ്ട്, പിന്നെ ഇല്ല. ഈ പറയുന്ന ഇന്നർ വീലിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഢഭരണത്തിന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഭാഗമായിരുന്നല്ലോ ഇവരെല്ലാം. അപ്പൊ ഡീപ് സ്റ്റേറ്റിൽ എപ്പോഴും ക്രൈസിസ് വരും. അതെ, ഇപ്പോ ലോക രാഷ്ട്രീയം ചരിത്രം എങ്ങനെയാണ്, ആ ഡീപ് സ്റ്റേറ്റ് എപ്പോഴും പൊട്ടും അല്ലേ? ഇപ്പൊ ഈവൻ ഇസ്രായേലും ട്രംപും തമ്മിൽ തന്നെ തർക്കം ആരംഭിച്ചു അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഇന്നവിറ്റബിൾ ഔട്ട്കമാണ് അതിലെ ക്രൈസിസ്. പക്ഷെ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരിക്കലും ഉയർന്നിട്ടില്ലാത്ത ആരോപണം. MS-ന്റെ ഗവൺമെന്റിനെതിരെ ആരെങ്കിലും പറഞ്ഞോ ഇതിനകത്തൊരു ക്ലിക്ക് ഉണ്ടെന്ന്? ഇല്ല. നായനാർ ഗവൺമെന്റിനെ എതിരെ പറഞ്ഞോ ആരെങ്കിലും ക്ലിക്ക് ഉണ്ടെന്ന് പറഞ്ഞോ? അച്യുതാനന്ദൻ ഗവൺമെന്റിനെതിരെ ഇതിൽ ക്ലിക്ക് ഉണ്ടെന്ന് പറഞ്ഞോ? പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെ മാത്രമാണ് ഇന്ത്യയിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, നിഗൂഢ ഭരണകൂടം ഉണ്ടെന്ന് പറഞ്ഞു. DGP-മാർക്കടക്കം പങ്കുണ്ട്. അതിൽ പൂരം കലക്കൽ ഒരു പ്രധാനപ്പെട്ട ഡീപ് സ്റ്റേറ്റ് ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ ഇത് നമ്മൾ പുറത്തേക്ക് കാണാത്ത ഒരുപാട് അടിയൊഴുക്കുകൾ നടക്കുന്നു. ആ അടിയൊഴുക്കുകൾ ആകെ ഭരണത്തിലെ IAS IPS ഓഫീസർമാരിൽ, അത് പ്രത്യേകിച്ചും പോലീസിൽ, IAS-നേക്കാൾ കൂടുതൽ പോലീസാണല്ലോ ഭരണത്തിന്റെ തിരിക്കുറ്റി, വലിയ ക്രൈസിസ് സൃഷ്ടിച്ചിരിക്കുകയാണ് അല്ലേ? IAS-ൽ തന്നെ ഒരാൾ ജയിലിൽ കിടന്നു. ആദ്യഘട്ടത്തിലോ ഡീപ് സ്റ്റേറ്റ് മൂപ്പർ ആഫീസിൽ തന്നെ വന്നല്ലോ, അതാണല്ലോ ശിവശങ്കരൻ. ഇന്നേ ഒരു IAS ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള ബന്ധം പോട്ടെ, ഒരു IAS ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കുമ്പോൾ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? IPS-ന് ഇത്രയും വലിയ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? പക്ഷെ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തു പോകുന്നത് വ്യക്തിപരമല്ല. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിന്റെ ഒരു വലിയ CPIM-ന്റെ ഭരണത്തിന്റെ ഒരു തകർച്ചയിലേക്കോ, തകർച്ച എന്ന് ഞാൻ പറയും ജീർണതയാണ്. ജീർണതയും തകർച്ചയും രണ്ടാണ് അല്ലേ? ചിലത് ഏകാധിപത്യത്തിലേക്ക് എത്തുന്നതിന്റെ അതെ, ഒരു സോഷ്യൽ ഫാസിസ്റ്റുകളാണ് അതിന്റെ നേതൃത്വം, എല്ലാവരും അല്ല. അത് കണ്ണൂർ ലോബി എന്ന് പറഞ്ഞ സോഷ്യൽ ഫാസിസ്റ്റ് ആണ്. അപ്പൊ സോഷ്യൽ ഫാസിസ്റ്റുകൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്വർണം പൊട്ടിക്കുക. ഇപ്പോ പിണറായി വിജയനെ എതിർക്കുന്ന ഒരു ലോബി ഉണ്ട്, അതിന്റെ നേതാവ് P. ജയരാജനാ. P. ജയരാജന്റെ അനുയായികളുടെ പണി എന്താ അറിയോ? കള്ളക്കടത്ത് നടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചെടുക്കുക. അപ്പൊ ഏതെങ്കിലും കള്ളക്കടത്തുകാരന് പറയാൻ പറ്റും ഞാൻ കുറച്ച് സമാധാനപരമായി കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്റെ കള്ളക്കടത്ത് സ്വർണം പിടിച്ചു എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് ജോൺ ആന്റണി ഇപ്പൊ ഒരു കോമഡി കൂടി പറഞ്ഞാൽ, ഇതില് ഈ പറയുന്ന ആയങ്കി എന്ന് പറയുന്ന അതിൽ പ്രതിയായിട്ടുള്ള ഒരാൾ പറയുന്നത് കള്ളക്കടത്തിനെ ഞാൻ വെറുക്കുന്നു, അതുകൊണ്ട് സ്വർണം പൊട്ടിക്കുന്നു. അപ്പൊ അതിനേക്കാളും വലിയ ഡീപ് സ്റ്റേറ്റ് കോമഡി ഉണ്ടോ? കേരളത്തിലെ ഡീപ് സ്റ്റേറ്റിൽ ഇത്രയും കോമഡി കൊണ്ടുണ്ടെന്ന് ഞാൻ അല്ലേ? അർജുനായിക്ക് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതാണ്, അത് കള്ളക്കടത്തുകാരെ നശിപ്പിക്കാൻ ഞാൻ അവരിൽ നിന്നും മോഷ്ടിക്കുകയാണ്. കാരണം കള്ളക്കടത്തിനെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞോളൂ, വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയി, ഭയങ്കര സ്റ്റേറ്റ്. പക്ഷെ അതിനുവേണ്ടി അവരൊന്ന് മോഷ്ടിക്കുകയാണ്. ആ മോഷ്ടാവിന്റെ ഏറ്റവും യുക്തിസഹമായ ഒരു തീരുമാനമാണ്. അപ്പൊ മോഷണം വരെ നടക്കുകയാണ്. മോഷ്ടാക്കളെ, കള്ളന്മാർ നമ്മൾ സാധാരണ പറയില്ലേ, സാധാരണ പറയുന്ന കള്ളനല്ല, വെറുമൊരു മോഷ്ടാവാം എന്നെ എന്ന് പറഞ്ഞ പോലെ ഇത് ശരിക്കുള്ള മോഷ്ടാവാ. അപ്പൊ അതുകൊണ്ട് അവര് ചെന്നപ്പെട്ടിട്ടുള്ള ക്രൈസിസിൽ നിന്ന് പെട്ടെന്ന് കയറി പോരാൻ കഴിയില്ല. ഇന്ന് വീണ്ടും ക്രൈസിസുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പലരും, അതെന്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ വെച്ചോളൂ, പിണറായി വിജയനെ തന്നെ ഡീസ്റ്റബിലൈസ് ചെയ്തുകൊണ്ട് ഒരു CPM ഭരണം നടത്തിയാലോ അല്ല അത് ആലോചിച്ചു എന്നാണ് ഞാൻ കേട്ടത്. അല്ല, അത് തീർച്ചയായിട്ടും അത്തരത്തിൽ അകത്ത് നിന്നുള്ള സപ്പോർട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ UDF പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ജോണേട്ടൻ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? കാരണം ഇതിൽ ജോണേട്ടനോട് ഇത് ചോദിക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഞാൻ ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ഇത് ചോദിക്കണം എന്ന് ചോദിച്ചു. കാരണം ജോണേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പണ്ടേ ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഇത്തരത്തിലുള്ള എല്ലാ കക്ഷികളെയും നമ്മൾ കൂടെ പിടിച്ചുകൊണ്ട് ഇവർക്കെതിരെ പോരാടണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ജോണേട്ടൻ നടത്തിയത്. ഞാനത് വിശദീകരിക്കേണ്ടതെന്ന് വിചാരിക്കും. താങ്കൾ തന്നെ സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പറയാണ് UDF പ്രതിസന്ധിയിലായത്. അതെങ്ങനെയാണ്? അമ്മയെ തല്ലുന്നത് നിർത്തിയെന്ന് ചോദിക്കുന്ന നോ പ്രോബ്ലം. അല്ല, അതുകൊണ്ടല്ല, ഞാൻ ഇപ്പൊ നമ്മളൊരു പൊതുവെ ഇപ്പൊ മാധ്യമ ഒരു പ്രതിസന്ധി ഇല്ല. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ
ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എന്നാണല്ലോ അർത്ഥം. അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതിനെ ആവർത്തിക്കുകയാണ്. CPM-നെ പിന്താങ്ങിയ നിരവധി ശക്തികൾ അവരെ പിന്താങ്ങുന്നത് നിർത്തിയിട്ട് ഞങ്ങളെ പിന്താങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലേ? ഇപ്പം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 2011 ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് 15 സീറ്റിലാണ് ജമാഅത്തെ ഇസ്ലാമി UDF-നെ പിന്താങ്ങിയത്. 125 സീറ്റിലോ LDF-നെയാണ് പിന്താങ്ങിയത്. അപ്പം നിരന്തരമായി LDF-നെ പിന്താങ്ങിക്കൊണ്ടിരുന്ന ഒരു ന്യൂനപക്ഷ സംഘടനയാണ് ആദ്യം ജമാഅത്തെ ഇസ്ലാമി, ഇപ്പോൾ വെൽഫെയർ പാർട്ടി. അതൊരു രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്, അല്ലേ? രജിസ്ട്രേഡ് പൊളിറ്റിക്കൽ പാർട്ടി, ഏതൊരു പാർട്ടിയാണ് പോലെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി CPM-ന് കൊടുത്ത പിന്തുണ പിൻവലിച്ച് ഞങ്ങൾക്ക് പിന്തുണ തരുന്നതിന് അവരവരുടെ ന്യായങ്ങൾ പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ CPM-നെയാണ് പിന്താങ്ങിക്കൊണ്ടിരുന്നത്. അന്ന് CPM-ന് ദേശീയ തലത്തിൽ ഒരു ഇടപെടൽ കഴിവുണ്ടായിരുന്നു, മൂന്നാം മുന്നണി കൊണ്ടുവരാനുള്ള കഴിവുണ്ടായിരുന്നു, അല്ലേ? ഒരു ബദൽ സാധ്യമാകുമായിരുന്നു. അതായത് ഇപ്പോൾ സുർജിത്ത്, ജ്യോതി ബാസു, EMS ഒക്കെയുള്ള ആളും അതുപോലുള്ള മഹാരഥന്മാർ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ നയങ്ങൾ പിന്തുടരാതെയാണല്ലോ ഇവര് നടന്നത്. അവർ UPA ഗവൺമെന്റിനെ പിന്താങ്ങാനാണ് ഇവരോട് പറഞ്ഞതെങ്കിലും ഇവരിൽ നിന്നും പ്രകാശ് കാരാട്ട്, യെച്ചൂരി ടീം ഏറ്റെടുത്തോടുകൂടി UPA എന്ന് പുറത്തു പോയില്ലേ? BJP-യോടൊപ്പം ചേർന്ന അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്തു. മറന്നുപോയി. അതെ. ഇപ്പൊ ഈ ആണവ കരാർ അവിടെ പോയി. ഈ ആണവ കരാറിൽ ഒപ്പിട്ടാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് അടിമപ്പെടും എന്നാണ് പ്രസംഗിച്ചത്. ഏതെങ്കിലും ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് അടിമപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, വർഷങ്ങൾ കടന്നുപോയില്ലേ? ഞാൻ ഫലിതം പറയല്ല. നമ്മൾ അന്നത്തെ ക്ലിപ്പിങ്സ് ഒക്കെ കണ്ടാൽ ശങ്കരാടിയുടെ സിനിമ കാണുന്ന പോലെ ചിരി വരും നമുക്ക്. സന്ദേശം സിനിമ കാണുന്ന പോലെയാണ്. ആണവ കരാറിൽ ഒപ്പിട്ടതോടുകൂടി ഇന്ത്യ അമേരിക്കയ്ക്ക് അടിമപ്പെട്ടു. പിന്തുണ പിൻവലിച്ച എന്തിനാന്ന് ആർക്കും മനസ്സിലായി. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇപ്പോഴും മനസ്സിലായിട്ട് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. BJP-യോടൊപ്പം ചേർന്ന് മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്തു. പക്ഷെ മൻമോഹൻ സിംഗ് ആള് കാഴ്ചയ്ക്ക് സ്വാദാണെങ്കിലും അവിശ്വാസമൊന്നും പാസ്സായില്ല. അതിനെ തുടർന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു, BJP-യെ കൂട്ടുപിടിച്ച് UPA ഗവൺമെന്റിനെ പുറത്താക്കാൻ വോട്ട് ചെയ്തതോടുകൂടി CPM-ൽ ഒരു ക്രൈസിസ് ഉരുത്തിരിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായ സ്പീക്കർ സോമനാഥ് ചാറ്റർജി CPM-ന്ന് പുറത്തു വന്നു, അല്ലേ? അതെ അതെ. ആ പുറത്തു വന്നതിന് ശേഷമാണ് ബംഗാളിൽ തോറ്റത്. മറന്നുപോകരുത്. ആദ്യം ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. മുഖ്യമന്ത്രി സ്ഥാനം, പ്രധാനമന്ത്രി സ്ഥാനം കൊടുത്തില്ല. വോട്ട് ചെയ്തിട്ടാണേ. CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി ഓഫീസിനകത്ത് ഇരുന്ന് വോട്ട് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു പ്രധാനമന്ത്രിയെ നഷ്ടപ്പെടുത്തിയത്. ഞങ്ങളന്ന് CMP-യാ. പക്ഷെ CMP-യുടെ കമ്മിറ്റി കൂടെ വന്നപ്പോൾ എല്ലാവരും വലിയ സങ്കടത്തില്. എല്ലാവരും പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി നമുക്ക് പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടല്ലോ. കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരാണല്ലോ CMP-ക്ക് നേതൃത്വം കൊടുത്ത ഒരുപാട് ആളുകൾ. അപ്പൊ അന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അകറ്റി. അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സ്പീക്കർ സ്ഥാനത്ത് നിന്ന് അയാളെ പുറത്താക്കി. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ ബംഗാളികൾ പറഞ്ഞു നിങ്ങളുടെ സേവനം മതി, അല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ത്രിപുരക്കാർ പറഞ്ഞു നിങ്ങൾക്കും പിരിയാം. ഇങ്ങനെ ദേശീയ തലത്തിൽ റോളില്ലാത്തത് കൊണ്ടാണ് ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. മനസ്സിലായോ? ഇത് ഞങ്ങളെ മിടുക്കൊണ്ടല്ല. ഇന്ത്യയിൽ കോൺഗ്രസിന് റോൾ ഉണ്ടെന്നും അല്ല CPM-ന് യാതൊരു റോളും ഇല്ല എന്നും വ്യക്തമല്ലേ? ഇപ്പൊ രാജസ്ഥാനിൽ ഒരു MP CPM-ന് ജയിച്ചു. ആരാ ജയിച്ചത്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാ. അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിച്ച് 37,000 വോട്ടാ കിട്ടിയത്. അറിയാലോ കണക്ക്. അതെ അതെ. ലക്ഷക്കണക്കിന് വോട്ട് കിട്ടിയാണ് അദ്ദേഹം MP ആയത്. അത് കോൺഗ്രസിന്റെ വോട്ടല്ലേ? പിന്നെ 2 സീറ്റ് എവിടെ നിന്നാണ് കിട്ടിയത്? തമിഴ്നാട്. CPM-ന് ഒറ്റയ്ക്ക് തന്ന 25,000 കിട്ടുള്ളൂ. കോട്ടെ 50 ആയിക്കോട്ടെ, കെട്ടിവെച്ച കാശ് കിട്ടുമോ? അപ്പൊ കെട്ടിവെച്ച കാശ് കിട്ടാത്ത സ്വയമായി കെട്ടിവെച്ച കാശ് കിട്ടാത്ത മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത്. പിന്നെ ആകെക്കൂടെ ഒരാള് ജയിച്ചു, അത് നമ്മുടെ രാധാകൃഷ്ണനാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആരിഫ്. ഒരു സീറ്റാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് CPM, CPI, RSP ഫോർവേഡ് ബ്ലോക്ക്
ഇവർക്ക് 4 ആൾക്കും കൂടി ഒരു സീറ്റിലാണ് ജയിച്ചിട്ടുള്ളത്. എങ്ങനെ? സ്വയം ഒറ്റക്കുള്ള ബലത്തിൽ. ഒറ്റയ്ക്കുള്ള ബലത്തിൽ. അപ്പൊ ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ ആരാവട്ടെ, ഇവർക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഇവർക്കൊരു റോളും ഇല്ല. അപ്പൊ പണ്ട് നിങ്ങൾ അവർക്ക് ചെയ്തില്ലേന്ന് ചോദിച്ചാൽ, പണ്ട് അവർക്ക് ഗണ്യമായ റോൾ ഉണ്ടായിരുന്നു. യു പി എയുടെ രൂപീകരണത്തിൽ മറ്റ് പലരെക്കാളും റോൾ ഉണ്ടായിരുന്നു സൂർജിത്തിനും ജ്യോതി ബാസുവിനും. ഞാൻ കേട്ടിട്ടുള്ളത് അങ്കിൾ എന്നാണ് രാജീവ് ഗാന്ധി ജ്യോതി ബാസുവിനെ വിളിച്ചുകൊണ്ട്. അതുപോലെ സോണിയാഗാന്ധിയോട് സൂർജിത്തൊക്കെ സംസാരിക്കുന്നത് ബേട്ടി മോളെ എന്നാ, ബേട്ടി സോനിയെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ അത്രയും വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളും അതുപോലത്തെ ആളുകളല്ലേ. അപ്പൊ ഇവരുടെ നവനേതൃത്വം വന്നതോടുകൂടി ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ തകർത്തത് RSSോ കോൺഗ്രസോ UDF ഒന്നുമല്ല, ഇവരുടെ കേന്ദ്ര നേതൃത്വമാണ്. CPM-നെ കൊന്ന് കറി വെച്ചവര്. CAA അല്ല, ഒരു CIA അല്ല. ഇനി ആണെങ്കിൽ ഇവര് CIA. അതെ, ആണെങ്കിൽ ഇവര് CAA-യുടെ ഏജന്റുമാരാ. ഇവരാ. ഞാനിപ്പോ ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ അങ്ങനെ സ്വയം കൃതാനർത്ഥം കൊണ്ട് തകർന്നു പോയ CPM-നെ ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നാച്ചുറൽ കോഴ്സ് ഓഫ് ആക്ഷൻ ആയിട്ട് വന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അവരെ അടിച്ചോടിക്കുന്നില്ല. അത്രേ ഉള്ളൂ. അല്ല, ഇപ്പൊ അതില് VD സതീശന്റെ ഭാഗത്തുനിന്നുണ്ട് ഒരു പ്രസ്താവന വലിയ തോതിൽ ഒരു പിഴവായി പോയി എന്നുള്ളതാണ് മാധ്യമങ്ങളിലേക്ക് വലിയ തോതിലുള്ള ആരോപണം. കാരണം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം ഉപേക്ഷിച്ചു, അവരിവിടെ ഏതെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? കാരണം ഇന്നിപ്പോ രമേശ് ചെന്നിത്തല പോലും പറഞ്ഞേക്കണം അവരെ ഞങ്ങൾ ന്യായീകരിക്കാനില്ലെന്നാണ്. മുസ്ലിം ലീഗ് ഇതുപോലെ അവരുടെ അഭിപ്രായം ഈ കാര്യത്തിൽ പറയുന്നില്ല, 19-ാം തീയതിക്ക് ശേഷം പറയാന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ആദ്യമായിട്ടാണ് ഇപ്പൊ UDF-ന്റെ ഘടകകക്ഷി CPM-ന്റെ എപ്പോഴും എങ്ങനെയാണെന്നറിയോ, അവർക്കൊരു ന്യൂനപക്ഷ ശത്രു വേണം. കഴിഞ്ഞ 40 കൊല്ലമായിട്ട്. ഇപ്പൊ അത് ഈ നാടകത്തിൽ അത് വെൽഫെയർ പാർട്ടി എന്ന് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി. 86-ൽ വെൽഫെയർ പാർട്ടി ഉണ്ടോ ചക്രവാണി? ഇല്ല. അന്ന് MV രാഘവനെ കുറിച്ച് എന്താ പറഞ്ഞത്? MV രാഘവൻ തങ്ങളായി മക്കത്ത് പോയി, പൊന്നാനി പോയി എന്നൊക്കെയല്ലേ? നിങ്ങൾ അന്നില്ലേ? അന്ന് വെൽഫെയർ പാർട്ടി ഉണ്ടോ? അപ്പൊ എന്താണ് CPM-ന്റെ ഇവിടുത്തെ കുതന്ത്രം? തന്ത്രമല്ല, ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനത്തെ അടിക്കുക, ഭൂരിപക്ഷ വോട്ടുകൾ ശേഖരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തവണ ആ അടി വെൽഫെയർ പാർട്ടിക്കാന്ന് മാത്രമേ ഉള്ളൂ. അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ പുറത്താക്കിയില്ലേ മുന്നണിയിൽ നിന്ന്? അങ്ങനെയാണല്ലോ ഷാബാനു കേസിന്റെ സമയത്ത് ഈ CMP എന്നുള്ള പാർട്ടി തന്നെ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ ബദൽ രേഖ? അതല്ലേ? അപ്പൊ അന്ന് വെൽഫെയർ പാർട്ടി ഉണ്ടോ? അന്നില്ല. വെൽഫെയർ പാർട്ടിയില്ലേ ജമാഅത്തെ ഇസ്ലാമി ചെറിയൊരു സംഘടനയായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, സജീവമാണ്. ഇന്നത്തെ പോലെ ഉണ്ടോ? ഇല്ലല്ലോ. SDP എന്ന് പറഞ്ഞ 4 ലക്ഷം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു മീനിങ് ആണ് അല്ലേ? അത് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു വരുന്നത് CPM-ന്റെ ഒരു തന്ത്രം. ഇനിയിപ്പോ കുറച്ചു കാലം വേറെ ആളെടുക്കും. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ട് പനിക്കില്ല. പക്ഷെ ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ജോണേട്ടൻ ഇപ്പൊ എനിക്ക് അറിയാവുന്നത് കൊണ്ടിട്ട് ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ കൂടിയാണ്. കാരണം തിയറി മാത്രമല്ല, കാരണം സ്ട്രാറ്റജി ഒക്കെ കൃത്യമായി അറിയാവുന്നതാണ്. ഈ സ്ട്രാറ്റജിക്കലി ഇതൊരു ബ്ലണ്ടർ അല്ലേ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഈ 4000 അല്ലെങ്കിൽ 3000-ഓളം വരുന്ന ഒരു പാർട്ടിയെ പിന്തുണ സ്വീകരിക്കുകയും ആ പാർട്ടിയെ അത്തരത്തിലൊരു വലിയ കൺഫ്യൂഷനിലേക്ക് ആ കാര്യം എത്തുകയും. ആർക്ക് കൺഫ്യൂഷൻ? അല്ല, ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ നിങ്ങൾ പറയുന്നതാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങൾക്കും നിങ്ങൾക്ക് CPM-ന്റെ കൂടെ എന്റെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് ഈ മുല്ലപ്പൂമ്പടി ഏറ്റ് നടക്കുന്ന കിട്ടുന്ന പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാണെങ്കിൽ നിങ്ങൾ തീർത്തോളൂ. വോട്ടർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. ആയിക്കോട്ടെ. കഴിഞ്ഞ തവണയും അത് പറയാം, കഴിഞ്ഞ തവണയും വെൽഫെയർ പാർട്ടി UDF-ന്റെ അല്ലേ ഇവിടെ പിന്താങ്ങി? 2019-ലൊക്കെ പിന്താങ്ങി. 2021-ലും അതെ. അപ്പൊ അന്നൊന്നുമില്ലാത്തൊരു കൺഫ്യൂഷൻ ഇപ്പൊ എന്തിന്? പ്രകാശൻ വോട്ട് ചെയ്തില്ലേ വെൽഫെയർ പാർട്ടി? ചെയ്തില്ലേ? പ്രകാശൻ വോട്ട് ചെയ്യും. അപ്പൊ ഒരു പ്രശ്നമല്ലേ? അപ്പൊ ഇപ്പൊ അവർക്ക് വെൽഫെയർ പാർട്ടി ഒന്നും അല്ല പ്രശ്നം. അവർക്ക് ഒരു ആന്റി മുസ്ലിം ഫ്ലോയ് ഉണ്ടാക്കണം. അതിനിപ്പോ ഒരു സാധനം ഒരു കൊത്തിത്തുള്ളൊരു നമ്മൾ പാടത്തൊക്കെ ചില സാധനം ഉണ്ടാക്കി വയ്ക്കില്ലേ? വയ്ക്കലുണ്ട്.
കാക്കയൊക്കെ പേടിപ്പിക്കാനായിട്ട്. മനസ്സിലായി നമ്മളെ കോലമൊക്കെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഒരു സാധനം അവർക്ക് ഇങ്ങനെ ഒരു നയം, ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി ഇങ്ങനെ വെക്കണം. അത്രേ ഉള്ളൂ. അല്ല, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ 2021 UDF ഉണ്ടായിരുന്നു ഈ മണ്ഡലത്തിൽ. 2019 ലോക്സഭയിലുണ്ട്. 19 ലോക്സഭയിലുണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പം തന്നെ 2024 കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. അല്ല, പക്ഷെ എന്റെ ഒരു ചോദ്യം ആവശ്യമില്ലല്ലോ എന്നാണ്. കാരണം കോൺഗ്രസ് അത് ആവശ്യമുണ്ടല്ലോ നിങ്ങളവിടെ ഇരിക്കട്ടെ, UDF ആണ് തീരുമാനിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്കുണ്ടായിരുന്നതല്ലേ അതെ, ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ ഫാക്ച്വലി റോങ്. അല്ലല്ല, ഫാക്ച്വലി കറക്റ്റ് ആണ്. 2019 മുതൽ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന ആൾക്കാരോട് നാളെ തൊട്ട് വോട്ട് ചെയ്തെന്ന് പറയാനാ ഇവര് പറഞ്ഞു കേട്ടിട്ട്? അതല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല, വോട്ട് ചെയ്യണ്ടെന്ന് പറയണ്ട. ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്ത ആൾ ഇത്തവണയും ചെയ്യുന്നു. അവരിതിൽ നിന്നൊക്കെ പിന്മാറി എന്ന് പറയേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു. എന്റെ പൊന്നു സ്നേഹിത, ഞങ്ങൾ അവർക്ക് ആ വോട്ട് വാങ്ങിച്ചോട്ടെ, നിങ്ങളെ വെറുതെ വിടൂ. ഓക്കെ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോട്ടെ. അവർക്ക് പോയ വെപ്രാളത്തിന് നിങ്ങളെന്തിനാ വെപ്രാളപ്പെട്ടത്? ഇതിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന പിന്തുണ തുടരുന്നു. അതത്രേ ഉള്ളൂ. 2019 ഇനി അവര് പിന്തുണ കിട്ടാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി. സ്ഥലവും സമയം എന്നോട് ചോദിക്കരുത്. മനസ്സിലായോ? അപ്പൊ സംഗതി പൊളിച്ച്. അപ്പൊ ഞാൻ കേട്ടത് അവരുടെ ആര് സംസാരിച്ചു എന്നുള്ളതൊക്കെ പ്രസക്തമല്ല. അവര് പറഞ്ഞു, സഖാവേ, നിങ്ങൾക്ക് ഇപ്പോൾ ഡൽഹിയിലൊന്നും ഒരു കാര്യമില്ല. ഒരു പത്രസമ്മേളനം വിളിച്ചാൽ പോലും മലയാളി പത്രക്കാർ മാത്രമേ വരുള്ളൂ, അല്ലേ? അതെ, സത്യം. ഇപ്പൊ MA ബേബി തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ടല്ലോ, അദ്ദേഹമൊക്കെ മലയാളത്തിലല്ലേ പത്രസമ്മേളനം നടത്തണേ? അതെ. അല്ല, മറ്റേ ആവശ്യമില്ല. അല്ല, അത് കറക്റ്റ്. ഞാൻ പറയും, ഞാനൊരു എന്റെ നേതാവാണ് MA ബേബി, അല്ലേ? അതെനിക്കറിയാം. എല്ലാ റെസ്പെക്റ്റോടും കൂടി പറയാണ്. പണ്ട് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആവുമ്പോൾ അദ്ദേഹത്തിന്റെ ക്രൗഡഡ് പ്രസ് കോൺഫറൻസിൽ BBC അടക്കം പങ്കെടുത്തിരുന്നു, അല്ലേ? അതെ, BBC, CNN ഒക്കെ പങ്കെടുത്തിരുന്നു. കാരണം എന്താ അറിയോ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിന് 67 സീറ്റുണ്ട്. പാർലമെന്റിലെ തന്നെ ഗണ്യമായ ഒരു പെർസെന്റേജ്, അത് വലിയ പെർസെന്റേജ്. ഭരണകക്ഷിയിലെ അതിലും ഗണ്യമായ പെർസെന്റേജ് ആണ്. ഭരണകക്ഷിക്കാണെങ്കിലോ കേവല ഭൂരിപക്ഷം ഇല്ല. അപ്പൊ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു മന്ത്രിസഭയിലെ നിർണായകമായ ശക്തിയായിരുന്നു ആര്? CPM അല്ലെങ്കിൽ ലെഫ്റ്റ്. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ AKG ഭവനില് ഡൽഹിയില് റഷ്യൻ ടിവിയും ചൈനീസ് ടിവിയും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ കുറച്ച് TV മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ആൾക്കാർ, മൈ പോയിന്റ് ഇസ് വെരി സിമ്പിൾ. CPM അവർക്ക് ദേശീയ തലത്തിലുണ്ടായിട്ടുള്ള അതിദയനീയമായ തകർച്ച, ഒരു കാര്യം ഞാൻ പറയാം, സമർത്ഥമായി മറച്ചു വയ്ക്കുകയാണ് കേരളത്തില്. അവരെ പിന്താങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ നമ്മൾ കമന്റ് ബോക്സ് നോക്കിയാൽ, ഇവിടെ കമന്റ് ബോക്സ് എന്നാണല്ലോ നമ്മൾ പലതും മനസ്സിലാക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ വിചാരം എന്താ അറിയോ? ഒരു 15 സ്റ്റേറ്റിൽ CPM മുഖ്യമന്ത്രിമാരുണ്ട്. എന്തൊക്കെയുള്ള മട്ടിലാണ് അവരിയ്ക്കുന്നത്. ഞാൻ ബാംഗ്ലൂർ വെച്ച് ആളുടെ പേര് പറയുന്നില്ല ജോണനോട്. അപ്പൊ ഒരു CPM-ന്റെ തന്നെ നേതാവിനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിക്ക് ഇത്രയും വലിയ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ജോണനെയൊക്കെ ഏകദേശം അതേ ഇതിലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇരുന്ന് ഞാൻ ആലോചിക്കാറുണ്ട് രതീഷ്, പക്ഷെ എനിക്കൊക്കെ അത് സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. അതെ, ഇത്രയും MPമാര് ഉണ്ടായിരുന്നു, 3 മുഖ്യമന്ത്രിമാര്. അല്ല, അവിടെയാണ് അടുത്ത ചോദ്യം. ഇപ്പൊ CPM-നെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ സ്റ്റേറ്റിൽ അവർക്ക് നേടാവുന്ന നേട്ടങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമോ, അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച്, അത് ജോണേട്ടൻ മറുപടി പറയേണ്ടതല്ല, പക്ഷെ അവർക്ക് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം പല കൂട്ടുകെട്ടുകളൊക്കെ തന്നെ ഒരു അഖിലേന്ത്യാ തലത്തിൽ മറ്റൊരു പെർസ്പെക്റ്റീവിൽ അവതരിപ്പിക്കപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യം. ഇന്നിപ്പോ ഇന്ത്യയിലെ സ്ഥിതി എന്താ? ഏറ്റവും വലിയ തീവ്രവാദിയാണ് OIC എന്നല്ലേ പറഞ്ഞിരുന്നത്? അസദുദ്ദീൻ ഒവൈസി. മൂപ്പര് പാരോടാണ്. അതെ, അല്ല, മൂപ്പര് പണ്ടേയും വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെന്നേ. ലേറ്റസ്റ്റ് പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി മുസ്ലിം രാജ്യങ്ങളുമായി രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ മാറ്റം വന്നു. ഞാൻ ശ്രദ്ധിച്ചാ പറയുന്നത്. മനസ്സിലായി. നിങ്ങൾ 10-30 കൊല്ലം മുമ്പുള്ള കാര്യം പറയണത്. കറണ്ട് പൊളിറ്റിക്സിൽ മതേതരത്വത്തിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ എന്ന് പറയുന്ന പോലെ തന്നെ ദേശീയതയുടെ പേരിൽ ഒരു സർവകക്ഷി ഗവൺമെന്റിന്റെ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു നീക്കം അല്ലേ കഴിഞ്ഞ മാസം? തീർച്ചയായിട്ടും പാർലമെന്റ് ഇത് ഇന്ത്യയിൽ നടന്നുണ്ടോ?
ഇതിനു മുമ്പ് പാർലമെന്റ് സമിതികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രയും വിപുലമായിട്ടുള്ള ഉണ്ടോ? ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണ്. ഇപ്പൊ വെൽഫെയർ പാർട്ടിക്ക് ഒരു MP ഉണ്ടായിരുന്നെങ്കിൽ അവര് പോയില്ലേ? തീർച്ചയായിട്ടും അവരെ കൂടി ഉൾപ്പെടുത്തേണ്ടി വരും. ഇല്ലേ? അതെ. അപ്പൊ ഈ രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് അല്ല, നടക്കുന്ന കാശ്മീരിലും മാറ്റങ്ങൾ. പഞ്ചാബിലും ഒക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ പലപ്പോഴും. ഇപ്പൊ ഈ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച പലരും ഇത്തരത്തിൽ പല പാർട്ടികളിലും പെട്ട ആളുകളാണ്. അല്ല, ദേശീയ തലത്തിൽ വർഗീയതയെ എതിർക്കുന്ന പോലെ തന്നെ ഭീകരതയെ എതിർക്കുന്ന ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോമും കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങൾ ഓരോ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് നടക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നാഷണൽ യൂണിറ്റിയുടെ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാൻ വളരെ ശ്രദ്ധിച്ചാ പറയുന്നത്. മനസ്സിലായി. മനസ്സിലായിട്ടില്ല. അല്ല, മനസ്സിലായി. ജോണിന്റെ പറഞ്ഞ മനസ്സിലായി. ഞാൻ ഇതിലേക്ക് പോകാത്ത അത് ഒരുപാട് നീണ്ടുപോകുന്നുള്ളതുകൊണ്ട്. അല്ലല്ല, നീണ്ടുപോകാത്തോണ്ടല്ല, അത് പറയാൻ ഇഷ്ടമില്ലാത്തോണ്ട. അല്ല, അത് പറയാൻ ഇഷ്ടമില്ലാത്തോണ്ടല്ല, അത് മറ്റൊരു ടോപ്പിക് അല്ലല്ല, നമ്മുടെ കൺവെൻഷണൽ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുക. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുക. അതാ ഞാൻ ഇടയ്ക്കൂടെ പറഞ്ഞത്. ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. പണ്ട് ഇസ്രായേലിനെ ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തിയാൽ അമേരിക്ക അവിടെ അണുബോംബിടുമായിരുന്നു. ഇപ്പൊ എന്താ ട്രംപ് പറഞ്ഞത്? ഞാൻ ഫോൺ ചെയ്ത് നോക്കട്ടെ എന്ന്. മനസ്സിലായോ? പഹൽഗാമിന് ശേഷം ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ മുസൽമാൻ യോജിച്ച് നിൽക്കണം എന്ന് ഇന്ത്യൻ മുസൽമാനെ പ്രതിനിധിക്കുന്ന മുസ്ലിം ലീഗും മുതൽ ഒവൈസി വരെയും ഇവരെ യോജിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ ഈ 6 അടി നീളമുള്ള വടി കൊണ്ടൊന്നും നേരിടാൻ പറ്റില്ല എന്ന് RSSന് മനസ്സിലായി. പണ്ട് ഈ ബിച്ചുവ പറയായിരുന്നേ. നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലെ ഇരിക്കുന്നത് ഭയങ്കര രസികനായിരുന്നു ബിച്ചുവാവ. ബിച്ചുവാവയുടെ പ്രസംഗം എന്താ അറിയോ? ഈ RSSകാരന്റെ കയ്യിലുള്ള ഈ 6 അടി നീളമുള്ള മുറപടി കൊണ്ട് ഭൂട്ടാൻ ആക്രമിച്ചാൽ പോലും നേരിടാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി. ഭൂട്ടാൻ ആക്രമിച്ചാൽ നേരിടാൻ പറ്റുമോ ഈ വടിയുണ്ട്? അല്ല, പട്ടി അങ്ങനെ വരാണെ അടിക്കാന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൗലികമായ മാറ്റങ്ങൾ വരുമ്പോൾ മുസ്ലിം ക്വസ്റ്റ്യൻ എക്കാലത്തെയും പോലെ നിർണായകമാണ്. ആ നിർണായകാവസ്ഥയിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന BJPക്ക് പോലും ഇപ്പൊ പറയാൻ ഇച്ചിരി ഒന്ന് മടിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ പറയുന്ന നേതാവായിട്ട് MV ഗോവിന്ദൻ മാറി. ഞാൻ എടുത്തു പറയാണ്, രാജീവ് ചന്ദ്രശേഖരനെക്കാളും മോശമായ വർഗീയതയാണ് MV ഗോവിന്ദൻ പറഞ്ഞില്ലേ? പഹൽഗാം പ്രശ്നത്തിൽ ഒരു പ്രത്യേക പാർട്ടി ദേശവിരുദ്ധത കാണിച്ചുള്ളതിന്റെ പേരിൽ ഇപ്പൊ കേസ് പറയാൻ പോവാ. അവരപലപിച്ചില്ല. നുണയല്ലേ? അപ്പോ മുസ്ലിം ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇന്ത്യയിലെ മുസ്ലിം ക്വസ്റ്റ്യൻ എക്കാലത്തെയും പോലെ വളരെ ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഇതുകൊണ്ടാണ് ജോണേട്ടൻ മറ്റേ കമന്റ് കൂടി നേരത്തെ നടത്തിയിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ആളുകളെ കൂടി ഒന്നിപ്പിച്ചു നിർത്താൻ കഴിയണം UDFന് എന്ന് പറഞ്ഞത്. അത് 2 തരത്തിൽ ഒന്നിച്ചു നിർത്തണം. ഒന്ന് RSSനെതിരെ ഒന്നിച്ചു നിർത്തണം. ഒന്ന് പോരാ. പക്ഷെ എനിക്ക് പോരാ, RSSനെതിരെ ഒന്നിച്ചു നിർത്തിയാലും പോരാ, ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിർത്തണം. മനസ്സിലായോ? അപ്പൊ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കുറെ കൂടി സീരിയസ് ആയി. അല്ല, ഇപ്പോഴുള്ള സിറ്റുവേഷൻ ഇത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ്. എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തണം. അതായത് പഹൽഗാമിൽ എന്താണ്? അല്ല, ഇപ്പൊ എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞു ജോണേട്ടനോട് പറഞ്ഞു. ഇപ്പൊ ആ വാചകം കേട്ടപ്പോൾ എനിക്ക് വലിയ എതിർപ്പ്. ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചാണ് ജോണേട്ടൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ, ഇപ്പൊ ജോണേട്ടൻ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊരു മതം എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും നടക്കുന്ന പോലെ ഒരു ന്യൂനപക്ഷ തീവ്രതയാണ്. ആ ന്യൂനപക്ഷ തീവ്രതകളോട് നമ്മൾ ഏതെങ്കിലും പാർട്ടികൾ, മതേതരത്തിലുള്ള പാർട്ടികൾ സന്ധി ചെയ്യുമ്പോൾ, ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഒരു ഉപകരണമായി മാറും എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരുന്നത്. ജോണേട്ടൻ ഇപ്പൊ പറയുന്നത് ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അത് നിങ്ങൾ പറഞ്ഞ വേറൊരു വിഷയമാണ്. അത് EMSനോട് MV രാഘവൻ പറഞ്ഞ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു മതത്തിന്റെയും കൂടിയല്ല വർക്കിംഗ് ക്ലാസ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ്. തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ? നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഇല്ല. അത് വർക്കിംഗ് ക്ലാസിന്റെ പാർട്ടിയാ.
വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയുള്ള പാർട്ടിയാണ്. ഓഫ് ദ വർക്കിംഗ് ക്ലാസ്, ഫോർ ദ വർക്കിംഗ് ക്ലാസ്, ബൈ ദ വർക്കിംഗ് ക്ലാസ് അല്ലേ? ആ വർക്കിംഗ് ക്ലാസ് പാർട്ടി വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അതത് രാജ്യങ്ങളിലെ അതത് സമൂഹങ്ങളിലെ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കണം. കാരണം ന്യൂനപക്ഷ വിരുദ്ധത കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തെ ഏകോപിപ്പിച്ച് ഫാസിസ്റ്റ് ഭരണം നടപ്പാക്കുക എന്നുള്ളതാണ് ആധുനിക മുതലാളിത്തത്തിന്റെ ഒരു 100 കൊല്ലം, ഒരു 80 കൊല്ലമായിട്ടുള്ള പണി. ഹിറ്റ്ലർ മുതൽ അല്ലെങ്കിൽ മുസോളിനി മുതൽ ഇങ്ങോട്ടെല്ലാരും പ്രത്യേകിച്ച് അവർ ജൂയിഷ് ക്വസ്റ്റ്യനൊക്കെ അന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ യഹൂദന്മാർ എത്ര കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ജർമ്മനിയിൽ, അല്ലേ? അതെ. അവരെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നത് അറിയോ? അത് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ സമൂഹത്തിൽ യഹൂദന്മാര് യേശു ക്രിസ്തുവിനെ കൊന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ, സോഷ്യൽ എന്താ പറയുക, വെറുപ്പിന്റെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, ഹെയ്റ്റ് ക്യാമ്പയിൻ. ആ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉപയോഗിച്ചിട്ടാണ് നാസി വർക്ക് ചെയ്തത്. നാസി അല്ല അത് കൊണ്ടുവന്നത്. അവർ ഉപയോഗപ്പെടുത്തി. അവിടെ ക്രിസ്തുമത വിശ്വാസികളായ ചില വർഗീയവാദികളെ നടത്തിയിരുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ, അതിന് രാഷ്ട്രീയ രൂപം കൊടുക്കുകയാണ് ഹിറ്റ്ലർ ചെയ്തത്. അപ്പൊ ഇവരെയൊക്കെ വിഷവാതകം കൊടുത്തു കൊന്ന അത്രയും നന്നായി എന്നാണ് യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞത്. ആ യഹൂദന്മാർക്ക് ഭൂരിപക്ഷമായപ്പോഴോ ഈ മുതലാളിത്ത ലോകത്ത് ഭൂരിപക്ഷം വന്നമായി വലിയ പാടാ. അവർ പാലസ്തീൻകാരെ ഇതിനേക്കാളും മ്ലേച്ഛമായ രീതിയിൽ കൊന്നു, അല്ലേ? ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിലിട്ടു, ടെഹ്റാനിലും ടെല്ലവീവിലും ഗാസയിലും കരയുന്ന കുഞ്ഞിന്റെ ശബ്ദം ഒന്നാണ്. നമ്മളിപ്പോ ഈ വോയിസ് കേട്ടാൽ ഇത് ടെഹ്റാനിലെ കുഞ്ഞാണോ, ഇത് ടെല്ലവീവിലെ കുഞ്ഞാണോ, ഇത് ഗാസയിലെ കുഞ്ഞാണോ തിരിച്ചറിയോ? വോയിസിൽ തിരിച്ചറിയോ? ഇല്ല. ശരി. വിലാപത്തിന് ഭാഷയില്ല. വിലാപത്തിന് ഭാഷ വേണോ? ഇല്ല, ഒരു ഭാഷയില്ല. കരച്ചിലിന്റെ ഭാഷയില്ല, ചിരിക്കും ഭാഷയില്ല. അതെ. സന്തോഷിച്ചിരിക്കുമ്പോഴും ദുഃഖിച്ച് കരയുമ്പോഴും ഒരേ ശബ്ദം. അപ്പൊ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഈ വിലാപത്തിന്റെ കരച്ചിലിങ്ങനെ പൊങ്ങുക. എല്ലായിടത്തും എന്താണ്? ഭൂരിപക്ഷ വർഗീയതയുടെ അറ്റാക്കുകളാ. ഇറാനിലും മോശമല്ല. അല്ല, ജോണേട്ടൻ പറഞ്ഞു വന്ന ഈ കാര്യം, ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യം, ഇപ്പൊ കൊലയും കൊലപാതകങ്ങളും നടക്കുന്നില്ലെങ്കിലും നമുക്കറിയാം, ഇപ്പൊ തെരഞ്ഞെടുപ്പുകളിലടക്കം പെർദോഗാന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ട്രംപിന്റെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിൽ വംശീയമായിട്ടുള്ള ഒരു ചേരിതിരിവിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ജോണേട്ടൻ കൃത്യമായിട്ട് അറിയും. ഇത് തന്നെ ഇപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണോ ജോണേട്ടനെ കാണുന്നത്? വന്നില്ലേ കഴിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലേക്കൊക്കെ നമ്മൾ അതിശക്തമായി ഇത് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ജോണേട്ടൻ? ഇപ്പൊ ഒരു ഉദാഹരണം ചോദിച്ചാൽ UDF ഇതിന് എന്താണ് ഒരു പ്ലാൻ ഉള്ളത്? കാരണം UDF ഇപ്പൊ 2001 UDF ജയിക്കുമ്പോൾ UDFന്റെ ഒരു വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് 49%. 49% ഇല്ല, 49%-ത്തിനടുത്തുണ്ട്. തൊട്ടടുത്ത് ഇപ്പൊ ലാസ്റ്റ് എത്തി നിൽക്കുന്നത് 36-38%-ത്തിലേക്കാണ് UDFന്റെ വോട്ട് പെർസെന്റേജ് എത്തി നിൽക്കുന്നത്. ഇതിൽ തന്നെ ഇടയ്ക്കൊരു തവണ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പോലും, അതായത് 2001 AK അധികാരത്തിൽ വരുമ്പോൾ 5.5% വ്യത്യാസമുണ്ട് LDF-ആയിട്ട്. പക്ഷേ 2011 അധികാരത്തിലേക്ക് വരുമ്പോൾ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ പോലും ശരിക്കും 1%-ത്തിൽ താഴെ 0.89 വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതിനെ മറികടക്കാൻ ഇപ്പൊ ഈ 2026 വരുന്ന കാര്യത്തിൽ എന്താണ് UDFന്റെ ഒരു പദ്ധതി? തികച്ചും വേറൊരു വിഷയത്തിലേക്ക് കടന്നു. വേറൊരു വിഷയത്തിലേക്കാണ് ഞാനത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. മറ്റേത് തീർന്നു. മറ്റേത് തീർന്നു, അതിക്കട്ടെ. അല്ല, ഞാനൊരു സ്കോർ ചെയ്യാൻ വേണ്ടിട്ട് പറയുന്നല്ല, അത് ആവർത്തിക്കണം നമ്മള്. അല്ല, ജോണേട്ടനോട് ഓർമ്മയുണ്ടാവും ശരിക്കും. അത് ഇപ്പൊ ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയം ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ 2 കൊല്ലമുള്ള ഇന്റർവ്യൂവിൽ ജോണേട്ടൻ വളരെ പറഞ്ഞ വാചകം പോലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് പശ്ചിമേഷ്യയുടെ നെഞ്ചിൽ അമേരിക്ക കൂത്തിയ കഠാരയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ വാചകം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യാറ്. കറക്റ്റ്. അല്ല, അത് ക്ലിയർ ആയില്ലേ? അതന്നെ. പഹൽഗാം ഒരു വഴിത്തിരിവാണ്. പഹൽഗാമിന് ശേഷം ഇന്ത്യയിലെ മുസൽമാൻ നേരിടുന്ന പ്രശ്നം എന്താ അറിയോ? കലിമ ചൊല്ലിയില്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ വേദന ഏറ്റുവാങ്ങുന്ന യഥാർത്ഥ മുസൽമാനാണ്. അതിന്റെ വേദന അവർ നമുക്ക് പറഞ്ഞാൽ, ഞാൻ പലരും പറയുമ്പോൾ അവരുടെയൊക്കെ കണ്ണു നിറയാണ്. കലിമ ചൊല്ലാത്തവനെ കൊല്ലണം എന്ന് പറയുമ്പോൾ അത് കൊണ്ടത് ആരെ നെഞ്ചത്ത? നമ്മുടെ രാജ്യത്തെ മതസ്നേഹിയും രാജ്യസ്നേഹിയായ മുസൽമാന്റെ. അതുകൊണ്ടാണ് AT അടക്കം അവിടെ പോയില്ലേ, മുസ്ലിം ലീഗ് പോയില്ലേ. അപ്പൊ അതുകൊണ്ട്
അത്തരം ഒരു പഹൽഗാം പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് CPM-ന്റെ സെക്രട്ടറിമാര് ഇത്തരത്തിൽ പച്ച വർഗീയത പറയാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു മൊമെന്റിലെങ്കിലും അവർ RSSനേക്കാൾ മോശം. അതവിടെ വെച്ച് തീർന്നു. ഇവിടെ രണ്ടിലേക്ക് വന്നു. പറഞ്ഞത് ക്ലിയർ ആണ് ജോണിന്റെ പറഞ്ഞത്. മറ്റുള്ള വിഷയങ്ങൾ ഇപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ തന്നെ വേണമെന്ന് ഡീറ്റെയിലേക്ക് പോകാൻ എനിക്ക് കുറച്ച് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. പ്രശ്നം നിങ്ങൾ പറഞ്ഞത് ഒരു ശരിയാണ്. അത് UDF-ന്റെ കൃത്യമായൊരു വിജയം, എന്താ പറയാ, ഒരു ഗണ്യമായ വിജയം 2001 അതെ AK ആന്റണി നയിച്ച വിജയമാണ്. അതിനുശേഷം ഒരുപാട് സംഭവങ്ങൾ, ഇപ്പൊ അത് മുഴുവൻ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് കോൺഗ്രസ് പിളർപ്പുണ്ടായി അല്ലേ. കരുണാകരൻ പാർട്ടി വിട്ട് പോയി വേറെ പാർട്ടി ഉണ്ടാക്കി, തിരിച്ചു വന്നു. ആ ക്രൈസിസിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി വീണ്ടും അധികാരത്തിൽ വന്നു. ഇതിനിടയിൽ 2014 മുതൽ 11 ഉമ്മൻചാണ്ടി വന്നത്, BJP അധികാരത്തിൽ വന്നു. അതെ, പണ്ട് BJP ഇവിടെ ഒരു ചെറിയ പാർട്ടിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സാമാന്യ ഭൂരിപക്ഷത്തോട് വന്നു. 19 കേവല ഭൂരിപക്ഷത്തോടുകൂടി നല്ലതായിട്ട് വന്നു അല്ലേ. അപ്പൊ ഈ ഒരു 10 കൊല്ലക്കാലം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതിന് നിങ്ങൾ UDF കൺവീനറും ചെയർമാനും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അല്ല, ജോണേട്ടൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഞാനിപ്പോ UDF-നോട് ഇത് ജോണേട്ടനോട് ചോദിച്ചത് ജോണേട്ടൻ UDF-ന്റെ നേതാവായതുകൊണ്ടാണ്. കാരണം യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു കാര്യം കൂടി ഉള്ളത്, ഈ കഴിഞ്ഞ 25 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ 2001 മുതൽ 2025 വരെയുള്ള കൊല്ലത്തിനിടക്ക് LDF-ന് ഏറ്റവും കുറവ് പെർസെന്റേജ് വോട്ട് കിട്ടിയത് 2016-ലാണ്. അതെ, അതായത് അവര് ഭരണത്തിലേക്ക് കയറുമ്പോഴാണ് അതെ ഏറ്റവും കുറവ് പെർസെന്റേജ് കിട്ടുന്നത്. അതെ, മാത്രമല്ല UDF പരാജയപ്പെട്ടപ്പോൾ, 2ാം പ്രാവശ്യവും പരാജയപ്പെട്ടപ്പോൾ ഇവിടെ രാഷ്ട്രീയ പണ്ഡിറ്റുകൾ എന്താ പറഞ്ഞേ, UDF തീർന്നു. 10 കൊല്ലമൊന്നും UDF-ന് പുറത്ത് നിൽക്കാൻ പറ്റില്ല. 10 കൊല്ലം കോൺഗ്രസിന് അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ 2 അത്ഭുതങ്ങൾ ഇന്ത്യയിൽ നടന്നു. 10 കൊല്ലക്കാലം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് ഇരട്ടി സീറ്റ് വാങ്ങി വന്നു. അതിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ശരീരവും വിയർപ്പും ആത്മാവും ചെലവഴിച്ച തുക ചെറുതല്ല അല്ലേ. അതെ അതെ. എന്നാൽ ലെഫ്റ്റോ സ്റ്റഡി ഡിക്ലൈനാ. കോൺഗ്രസ് താഴ്ന്നിട്ട് ഉയർന്നു അല്ലേ. നമ്മൾ കോവിഡൊക്കെ വന്നപ്പോ ഒരു പറഞ്ഞൊരു വാക്കുണ്ട്, U കർവ്. താഴത്തേക്ക് പോയിട്ട് മുകളിലേക്ക് വന്നു. LDF-ഓ അല്ലെങ്കിൽ ലെഫ്റ്റോ ഇറക്കത്തിൽ സൈക്കിൾ ഓട്ടുന്ന പോലെയാ, താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ല, ജോണേട്ടൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ പ്ലീസ് ലിസൺ. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ U കർവിലാണ് ആരുള്ളത്, കോൺഗ്രസ് ഉള്ളത്. ലെഫ്റ്റോ സ്റ്റഡി ഡിക്ലൈനാ, ഒരു സീറ്റാ. പിന്നെ ബുദ്ധിപൂർവ്വം അവര് കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അലൈൻമെന്റ് 2-3 സീറ്റൊക്കെ വെച്ച്. അല്ല, ജോണേട്ടൻ പറഞ്ഞിട്ട് സപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾ പറയുന്ന ഒരു ജനങ്ങൾ അത്രയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേപോലെ തന്നെ ഒരു ഡിക്ലൈൻ ആണ് ഇപ്പൊ UDF-ന് നിയമസഭകളിലേക്ക് ഉണ്ടായ ഒരു ഡിക്ലൈൻ നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഒരു ഡിക്ലൈൻ ആണ് ലോക്സഭയിലേക്ക് LDF-നുള്ളത്. അതിനേക്കാൾ ഭീകരം. അല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൽ മാത്രം, മൊത്തത്തിലും കേരളത്തിലും. അപ്പോ കോൺഗ്രസ് റിക്കവർ ചെയ്യുന്നുണ്ട്. അതെ, റിക്കവറി കർവ് എന്നതിന് പറയാ. പക്ഷേ ലെഫ്റ്റ് ഇസ് എ സ്ട്രേറ്റ് ലൈൻ, ഡിക്ലൈനിങ് സ്ട്രേറ്റ് ലൈൻ, താഴത്തേക്ക് പോവുക. ഇതിനിടയിൽ കേരളത്തിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടി ഒരു മുന്നണി രൂപീകരിച്ചു. 11 അവർക്ക് മുന്നണിയില്ല. 16 വന്നപ്പോഴേക്കും 14-ഓടുകൂടി BDJS. അപ്പൊ SNDP എന്ന് പറഞ്ഞ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിന്റെ ഔദ്യോഗിക നേതൃത്വം എതിർക്കുന്നവരുണ്ടാവും.
ഔദ്യോഗിക നേതൃത്വം പരസ്യമായി തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BJP-യോടൊപ്പം അലൈൻ ചെയ്തു. ഇപ്പൊ എന്റെ മണ്ഡലത്തിലൊക്കെ വളരെ വ്യക്തമാണ്. BJP-ക്ക് 10,000 കൊടുത്തുനിന്ന് 30,000 വോട്ടായി. അപ്പൊ ഹിന്ദു OBC വോട്ടുകൾ ഗണ്യമായ തോതിൽ BJP-യിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തു. ആ ഡ്രിഫ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. ഫാക്ട്. പക്ഷേ പടിപടിയായിട്ട് ഞങ്ങൾ ആ നാഷണൽ ലെവലിൽ റിക്കവറി എന്ന് പറഞ്ഞില്ലേ, ആ റിക്കവറി 2021 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF-ന്റെ കർവ് ഡിക്ലൈനിങ് കർവാണോ റിക്കവറി കർവാണോ? റിക്കവറിയാണ്. അത്രേ ഉള്ളൂ. എന്നാൽ 2021 ശേഷമുള്ള LDF-ന്റെ പെർഫോമൻസ് ഡിക്ലൈനിങ്. തൃക്കാക്കര തോറ്റതല്ല, ഡിക്ലൈൻഡ്. ജയിച്ച ചേലക്കരയിൽ ഡിക്ലൈൻഡ്. പുതുപ്പള്ളിയിൽ തോറ്റെങ്കിലും അതിനേക്കാളും ഭീകരമായിട്ട് തോറ്റു. എന്താ വയനാട് മണ്ഡലത്തിലെ സ്ഥിതി? ബൈലക്ഷൻ നടന്നല്ലോ, 22% കഷ്ടിച്ച് കിട്ടിയത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഭൂരിപക്ഷം ചോദിക്കണില്ലേ? ഈ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 65,000 വോട്ടാ. അതെ. അല്ല, രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ച പോലും 56,000. അത് 65,000 വോട്ടാ. 56,000. അപ്പൊ CPM-ന്റെ ഏറ്റവും അവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്. നിലമ്പൂരിലെ ഈ 22% അവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര്, അല്ലേ? അതെ. അപ്പൊ ഈ വയനാട് മണ്ഡലത്തിൽ മഴയായാലും വെള്ളപ്പൊക്കമായാലും ഉരുൾപൊട്ടലായാലും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ സത്യമൊകേരിക്ക് വോട്ട് ചെയ്ത ആൾക്കാരില്ലേ, അത് 20-22% ഉള്ളൂ സാറേ. അപ്പൊ ഈ കൊമ്പ് കുലുക്കുന്ന CPM-ന് ഈ നിലമ്പൂരടങ്ങുന്ന വയനാട് മണ്ഡലത്തിൽ 22% വോട്ടേ സ്വന്തമായിട്ടുള്ളൂ. ഡിക്ലൈൻ ലക്ഷണം അല്ലേ? അതെ. 29,900 വോട്ടേ ഉള്ളൂ. 29,932 വോട്ടേ ഉള്ളൂ. 29,900 വോട്ടേ ഉള്ളൂ. ഇവിടെ ഈ മണ്ഡലത്തിൽ 30,000 വോട്ടേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ അവർക്ക് അതേ കിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ അവരെ ഉപദേശിക്കാൻ ആരുമല്ല. പക്ഷെ ഞങ്ങള് റിക്കവറി മോഡിലാണ്, അവര് ഡിക്ലൈൻ മോഡിലാണ്, മാത്തമാറ്റിക്കലി സ്പീക്കിംഗ്. അപ്പൊ ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തുന്നതാണ് നല്ലത്. നമുക്ക് അടുത്തൊരു തവണ എത്തിയാം, കൃത്യമായിട്ട് കാണാം, ഇടയ്ക്കിടയ്ക്ക് കാണാം. ഇടക്കിടക്ക്.